ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ക്ലാസ് ഓറ. നമ്മൾ 11th ചാപ്റ്ററായ 3 ഡയമെൻഷൻ ജോമെട്രിയിലെ ലെവൽ 4 ടോപ്പിക്ക് പാർട്ട് 4 ആണ് എടുക്കാൻ പോകുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ നമുക്ക് ഒരു കാർട്ടീഷ്യൻ ഫോം തന്നാൽ അതിനെ വെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ടു കൺവേർട്ട് കാർട്ടീഷ്യൻ ഫോം ടു വെക്ടർ ഫോം, കാർട്ടീഷ്യൻ ഫോമിനെ ഫോം ടു വെക്ടർ ഫോം, കാർട്ടീഷ്യൻ ഫോമിൽ നിന്ന് വെക്ടർ ഫോമിലേക്ക് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് വൺ നോക്കാം. ഇതിനെ നമ്മൾ മാറ്റാൻ നേരത്ത് എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 വൈ മൈനസ് 3 ഡിവൈഡഡ് ബൈ 4 ദെൻ ഈക്വൽ ടു ഇസഡ് ഇസ് ഈക്വൽ ടു 1 ആണെന്ന് വെച്ചത്. നമ്മുടെ ക്വസ്റ്റിനകത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ജനറൽ ഫോം ആക്കണം. ഒരു ലൈൻ തന്നെ ആദ്യം ജനറൽ ഫോമിലാണെന്ന് ചെക്ക് ചെയ്യണം. പി എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 വൈ മൈനസ് 3 ഡിവൈഡ് ബൈ 4 ഇസഡ് ഇസ് ഈക്വൽ ടു 1. ഇത് ജനറൽ ഫോമിലാണോ? അല്ല. കാരണം നമ്മുടെ ജനറൽ ഫോം ഏതാ മക്കളെ? എക്സ് മൈനസ് x1 ഡിവൈഡഡ് ബൈ എ, വൈ മൈനസ് y1 ഡിവൈഡഡ് ബൈ ബി, ഇസഡ് മൈനസ് z1 ഡിവൈഡഡ് ബൈ സി ഈക്വൽ ടു ലാംഡ. ഇതാണ് കാർട്ടീഷ്യൻ്റെ തന്നെ ജനറൽ ഫോം എന്ന് പറയുന്നത്. അപ്പം ഈ തന്നേക്കണ ജനറൽ ഫോം ആണോ? ഇവിടെ നോക്കുക, എക്സ് മൈനസ് x1 ആണ്, നടുക്ക് കിടക്കുന്ന സൈൻ എന്താ? പ്ലസ്സാ. അപ്പം ആദ്യം ആ ലൈൻ തന്നെ ജനറൽ ഫോമിലാക്കണം, കാർട്ടീഷ്യൻ്റെ ഫോം തന്നെ ജനറൽ ആക്കണം. അപ്പം ഇവിടെ എന്ത് എഴുതാൻ നോക്കിയാൽ നമുക്ക് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. കാരണം ഇവിടെ പ്ലസ് ആണ്. ആ പ്ലസ് നമ്പറിനെ ഒരു മൈനസ് പുറത്ത് കൊടുത്തിട്ട് ഒരു മൈനസ് അവിടെ കൊടുത്തു. അപ്പോൾ നോക്കിയേ, നെഗറ്റീവ് പോസിറ്റീവ് കറക്റ്റാണ്. അപ്പം നമ്മുടെ ഫോമായി എക്സ് മൈനസ് x1 ഡിവൈഡഡ് ബൈ 2 ആയി. ദെൻ സെക്കൻഡ് ക്വസ്റ്റിന് വല്ല കുഴപ്പമുണ്ടോ നോക്കി? യാതൊരു കുഴപ്പമില്ല. കാരണം y മൈനസ് y1 ഡിവൈഡഡ് ബൈ 4 ഡയറക്റ്റാണ് കിടക്കണേ അല്ലേ? അപ്പോൾ അതിന് യാതൊരു കുഴപ്പമില്ല. അത് അങ്ങനെ തന്നെ എഴുതി. y മൈനസ് 3 ഡിവൈഡഡ് ബൈ 4 അങ്ങനെ തന്നെ കൊടുത്തു. ഇനി മൂന്നാമത്തെ നമ്മൾ കിടക്കുന്നത് എന്താ? ഇസഡ് ഈസ് ഈക്വൽ ടു 1 ആണ്. നമ്മൾ പഠിച്ചു ഇസഡ് ഈസ് ഈക്വൽ ടു 1 കിട്ടിക്കഴിഞ്ഞാൽ ജനറൽ ഫോം എന്താ? ഇസഡ് മൈനസ് 1 ഡിവൈഡഡ് ബൈ 0 ഈക്വൽ ടു ലാംഡയാണ്. എപ്പോഴും ഓർക്കുക, എക്സ് ഈക്വൽ ടു 1, ഇസഡ് ഈസ് ഈക്വൽ ടു 1, y ഈക്വൽ ടു 2, അങ്ങനെ ഏത് നമ്പർ കിട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് മൈനസ് ആ നമ്പർ ഡിവൈഡഡ് ബൈ 0 വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കാം. നമ്മളിവിടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വൈ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ വൈ ഈക്വൽ ടു 1 ആണെങ്കിൽ അതിന് ജനറൽ ഫോം എങ്ങനെ എഴുതുന്നത്? വൈ മൈനസ് 1 ഡിവൈഡഡ് ബൈ 0 ആയിരിക്കും. ഇപ്പോൾ ഇസഡ് ഇസ് ഈക്വൽ ടു 3 ആണ്, ജനറൽ ഫോം എന്തായിരിക്കും? ഇസഡ് മൈനസ് 3 ഡിവൈഡഡ് ബൈ 0 ആയിരിക്കും. എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 1, ഇസഡ് ഇസ് ഈക്വൽ ടു 1 എന്നൊക്കെ ഒരു ക്വസ്റ്റിനിൽ കിടന്നാൽ അതിനെ ആദ്യം നമ്മൾ എന്താ എഴുതണം? ആ y ഈ നമ്പർ ഇപ്പുറത്തേക്ക് ഇടണം. y മൈനസ് 1 ഡിവൈഡഡ് ബൈ 0 ആവും. അപ്പോൾ അത് ജനറൽ ഫോമിലായി കിട്ടും. അപ്പോൾ നമുക്ക് ഈ തന്നേക്കണ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ജനറൽ ഫോമിലായി ഇല്ലേ? അപ്പോൾ നമ്മൾ ഇതിനകത്ത് എ എന്ന് പറഞ്ഞു. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? വെക്ടർ ഫോം എന്ന് പറഞ്ഞാൽ വെക്ടർ ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ വെക്ടർ എ കണ്ടുപിടിക്കണം. വെക്ടർ എ എന്ന് പറഞ്ഞാൽ ഈ മുകളിൽ കിടക്കുന്നത് പാസ് ചെയ്യുന്ന പോയിന്റാണ് എ എന്ന് പറഞ്ഞത്. അപ്പോൾ ഏതൊക്കെ വരും? മൈനസ് 1 ഇൻറ്റു ഐ. രണ്ടാമത് വരുമ്പോൾ അതെ മൈനസ് ഒരിക്കലും എടുക്കരുത് കേട്ടോ. 2 മൈനസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ സൈനിന് നമ്പറിന് നെഗറ്റീവ് വരുള്ളൂ. അപ്പോൾ ഈ അടുത്ത നമ്പർ എന്ത് വരും? y മൈനസ് 3. അപ്പോൾ 3j പ്ലസ് അടുത്ത നമ്പർ ഏത് വരും? 1k വരും. അപ്പോൾ k എന്ന് എഴുതിയാലും മതി, 1k. അപ്പോൾ വെക്ടർ എ കിട്ടും. ഇനി എപ്പോഴും നമ്മൾ മുകളിൽ വരുന്ന ഒരു കാർട്ടീഷ്യൻ ഫോം തന്നാൽ ഈ മുകളിൽ വരുന്നതാണ് എന്തെന്ന് പറയണത്? പാസ് ചെയ്യണ പോയിന്റ്. ഇനി ഈ ലൈനിൻ്റെ താഴെ വരുന്ന ഈ 2, 4, 0 ആണ് ഡയറക്ഷൻ റേഷ്യോ ബി എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ബി എന്താകും മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2i പ്ലസ് 4j പ്ലസ് 0k ആയി. അപ്പോൾ നമ്മൾ ഇത് ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെക്ടർ ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി. അപ്പോൾ മൈനസ് ഐ പ്ലസ് 3j മൈനസ് ഐ പ്ലസ് 3j പ്ലസ് കെ പ്ലസ് ലാംഡ ഇൻറ്റു ബി. ബി എന്ന് പറഞ്ഞാൽ വെക്ടർ 2i പ്ലസ് 4j പ്ലസ് 0k കൊടുക്കും. അത് നമ്മുടെ വെക്ടർ ഫോമിനകത്ത് വെക്ടർ നൊട്ടേഷനും കൂടെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ജനറൽ ഫോമായി വെക്ടർ ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി ആയി. ക്ലിയർ ആയല്ലോ? ദെൻ സെക്കൻഡ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ 5 2y മൈനസ് 4 ഡിവൈഡഡ് ബൈ 6 ഇസഡ് ഈസ് ഈക്വൽ ടു ലാംഡയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നോക്കണം ജനറൽ ഫോമിലാണോ? അല്ല, എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ 5 എന്നാവും. -2 വരും. കാരണം എന്താ? എപ്പോഴും ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് x1 ഡിവൈഡഡ് ബൈ എ ആണ്. അപ്പോൾ ഇവിടെ പ്ലസ് ആണ് ഓൾറെഡി. അപ്പോൾ എന്ത് ചെയ്യും? ഒരു മൈനസ് കൊടുത്തിട്ട് ഒരു മൈനസ് നമ്മൾ പുറത്തിടും. അപ്പോൾ മൈനസ് ഓൾറെഡി +2 ആയി. കറക്റ്റ് ആയില്ലേ? ഇനി രണ്ടാമത്തെ ജനറൽ ഫോമിലാണോ? അല്ല. ഇവിടെ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ പഠിക്കുന്നത് എന്താണ്? വൈയുടെയും എക്സിൻ്റെയും ഇസഡിൻ്റെയും കോഎഫിഷ്യൻ്റ് 1 ആവണം. ഇവിടെ 1 ആണോ? അല്ല. അപ്പോൾ നമ്മൾ ആ 2 ഏതാണോ വൈയുടെ കോഎഫിഷ്യൻ്റ് വരുന്ന
ആ നമ്പർ നമ്മൾ പുറത്തേക്ക് എടുക്കണം. ഏതാ മക്കളെ? 2. ആ 2 പുറത്തേക്ക് എടുക്കുമ്പോൾ y മൈനസ് 4/2 ഡിവൈഡഡ് ബൈ 6 ആവും. ദെൻ അടുത്തത് എന്ത് വരും നോക്കിയാൽ z മൈനസ് 0 ഡിവൈഡഡ് ബൈ 1 ഈക്വൽ ടു ലാംഡ. കാരണം z ഈക്വൽ ടു ലാംഡ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജനറൽ ഫോം എന്താ? z മൈനസ് 0 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ 1 വരുള്ളൂ. അപ്പോൾ y ഈക്വൽ ടു ലാംഡ ആണെങ്കിൽ എന്തായിരിക്കും? y മൈനസ് 0 ഡിവൈഡഡ് ബൈ 1 ആയിരിക്കും. അടുത്ത z ഇസ് ഈക്വൽ ടു ലാംഡ ആണെങ്കിൽ z മൈനസ് 0 ഡിവൈഡ് ബൈ 1. സപ്പോസ് x ഈക്വൽ ടു ലാംഡ ആണെങ്കിലോ x മൈനസ് 0 ഡിവൈഡ് ബൈ 1 ആയിരിക്കും ജനറൽ ഫോം. ഇനി നമ്മളിവിടെ നോക്കണം, ഇത് ജനറൽ ഫോമില, ഇതിന് നമുക്ക് ഈ 2യുടെ ആവശ്യമില്ല. അപ്പം ഈ 2ഉം 6ഉം കൂടെ വെട്ടി ആ സ്റ്റെപ്പിൽ എന്താ എഴുതാം? നമുക്ക് 3 എഴുതി. ഇപ്പോൾ ജനറൽ ഫോമായി. ഈ 4ഉം 2ഉം വെട്ടി നമുക്ക് ഇവിടെ 2 എഴുതാം. അപ്പോൾ നമ്മുടെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ ഏതാന്ന് നോക്കിയേ? ദാറ്റ് ഇസ് ഈക്വൽ ടു x മൈനസ് 2 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു y മൈനസ് 2 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു z മൈനസ് 0 ഡിവൈഡഡ് ബൈ 1 വരും. ഇനി ഇത് വെക്ടർ എ എഴുതണം. എ എന്ന് പറഞ്ഞ വെക്ടർ ഏതാ? മൈനസ് 2y. അതായത് ഈ മുകളിൽ കിടക്കണം മൈനസ് 2 പ്ലസ് 2j, ഈ കിടക്കുന്ന 2 പ്ലസ് 0k വരും. ആദ്യത്തെ എ ആയി. ഇനി ബി എന്ന് പറഞ്ഞ എപ്പോഴും ഡിനോമിനേറ്റർ വരുന്ന 5 3 1 ആണ്. അപ്പോൾ 5y പ്ലസ് 3j പ്ലസ് k വരും. അപ്പോൾ ഇതിനെ നമ്മൾ കാർട്ടീഷ്യൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വെക്ടർ ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി. എ എന്ന് പറഞ്ഞ ഏത് വരും? മൈനസ് 2y പ്ലസ് 2j പ്ലസ് 0k പ്ലസ് ലാംഡ ഇൻറ്റു 5y പ്ലസ് 3j പ്ലസ് k വരും. അപ്പോൾ നമ്മുടെ ഇക്വേഷനായി, കാർട്ടീഷ്യൻ ഫോമായി. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും അത് കാർട്ടീഷ്യനെ വെക്ടർ ആക്കാൻ നേരത്തെ കാർട്ടീഷ്യൻ്റെ തന്നെ ജനറൽ ഫോമിലാക്കണം. എന്നിട്ട് വേണം നമ്മൾ അതിനെ വെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. ക്ലിയർ ആയല്ലോ?